ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ സിംഗിൾ ബോബൻ വേൾഡ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് ഞാൻ ചക്കരകളെന്ന് പറഞ്ഞല്ലേ എൻ്റെ വീഡിയോ ഒക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പുതിയൊരു രീതിയോട് പൊരുത്തപ്പെടാൻ ഇച്ചിരി സമയം വേണം ചക്കരകളെ. അപ്പം ഇന്ന് വന്നിരിക്കുന്ന ചാൻസ് ഞാൻ നിങ്ങളോട് പറയാവേ. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, AC മെക്കാനിക്ക്, അക്കൗണ്ടൻറ്റ്, BCom ടാലി പഠിച്ചവരായിരിക്കണേ. പിന്നെ മാത്സൊക്കെ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം. അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഇംഗ്ലീഷ്, ഹിന്ദി ഫ്ലുവൻ്റ് ആയിരിക്കണം. അറബി കുറച്ചെങ്കിലും കേട്ടാലെങ്കിലും മനസ്സിലാകുന്ന, പറയാനൊക്കെ ഇച്ചിരിയൊക്കെ അറിയാവുന്ന ആൾ വേണം. പിന്നെ സിവിൽ എൻജിനീയറിങ് ഡിപ്ലോമയും ഡിഗ്രിയും ഉള്ളവരെ ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സൂപ്പർവൈസിങ്ങിനും വേണ്ടിയിട്ട് ആളെ ആവശ്യമുണ്ട്. അങ്ങനെ ഇത്രയും ഇന്നെൻ്റെ ബോബൻ എഴുതി തന്നിട്ടോ. ഇത്രയും നീ പറഞ്ഞോളാൻ പറഞ്ഞ് നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ ജോലിയുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര പേർക്ക് പറഞ്ഞു എന്തെല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്ത് തന്നെ. ആദ്യം എൻ്റെ അടുത്ത് ജോലിക്ക് പറഞ്ഞവരുടെ എല്ലാം CV അയച്ചവരുടെ എല്ലാം ഞാൻ എഴുതി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുക. ആരെങ്കിലും പ്രവാസികളായിട്ടുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ പാവങ്ങളായ കുറച്ച് പേര് ജോലിക്കായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ദയവായി നമ്മുടെ നാട്ടിലുള്ള പിന്നെ കുട്ടികൾക്ക് ജോലി നൽകി അനുഗ്രഹിക്കണം. ഇവിടെ വന്ന് ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ വെട്ടിലും ചതിവിലും ഒക്കെ പെട്ടുപോയി 2ഉം 3ഉം വിസിറ്റ് എടുത്ത് തിരിച്ചു പോയവരൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോള് തന്നെ 3 വിസിറ്റിൽ എടുത്തിട്ട് ഇപ്പോൾ ജോലി പറഞ്ഞാൽ ശരിയായെന്ന് തോന്നുന്നു, റെഡിയായി വരുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ടതും കിട്ടണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഞങ്ങളോട് നിൽക്കാം. ഇല്ല സെപ്പറേറ്റ് വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബോബൻ്റെ കമ്പനിയിലേക്ക് വേണ്ട ആളുകളെ, പിന്നെ 1-2 ഫ്രണ്ട്സിൻ്റെയൊക്കെ കമ്പനിക്ക് വേണ്ട ആളുകളെയൊക്കെയാണ് ഞാനീ പറയുന്നത്. പിന്നെ ബോബൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് നടന്നൊരു ബ്യൂട്ടി പാർലർ ജിംനേഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയാണ് നമ്മളിപ്പോൾ ഒരു ഇന്നലെ ബ്യൂട്ടീഷ്യനൊക്കെ എടുത്തത്. അപ്പോൾ ആ ബ്യൂട്ടീഷ്യനോട് ചോദിക്കുമ്പോൾ കുറേ പേര് പ്രായമുള്ള ഇച്ചിരി 50 വയസ്സൊക്കെ ആയുള്ളവർ പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ 53 വയസ്സുണ്ട്. എനിക്കൊരിക്കലും പ്രായം എന്നുള്ളൊരു മനോഭാവം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർ പറയുകയാണ് പ്രായ ഏജുള്ളവരെ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അയ്യടാന്നായിപ്പോയി ഭയങ്കര. അപ്പോൾ ഈ ജോലിക്ക് ഇവിടെ വന്നിരിക്കുന്ന നല്ല സ്മാർട്ടായവരാണ്. 50 വയസ്സ് 48 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. അവരിവിടെ തന്നെ വിളിയോട് വിളിയാണ്. പക്ഷേങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് 32 വയസ്സിലൊക്കെ താഴെയുള്ളവർ, മാക്സിമം 35 വയസ്സ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ളവർ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ വേക്കൻസി ഫില്ലായി. ഇനി വരുന്നത് അങ്ങനെയുള്ളതൊക്കെ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ നമ്പരൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, വാട്സപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ വന്നാൽ തീർച്ചയായിട്ടും വിളിക്കും. അതൊക്കെ ആദ്യം വന്നതാരാ അവസാനം വന്നതാരാന്ന് വെച്ചാൽ ടിക്കറ്റ് ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട. അങ്ങനെയൊക്കെ ചാൻസ് വന്നാൽ ഞാൻ ഓരോ ദിവസവും വരുന്നത് പറയാം കേട്ടോ. ഇപ്പോൾ ബോബന് ദുബായിലൊരു കാര്യത്തിന് പോയിരിക്കും. ആ കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, വലിയ കമ്പനി സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളവർ. അവരോട് സംസാരിച്ചപ്പോൾ എല്ലാം പറഞ്ഞ് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാൽ ഞാനിതിലൂടെ പറയുന്നതായിരിക്കും. ഇതൊരു സേവനം പോലെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് എടുത്ത് പൈസ വേണമെന്നൊക്കെ ചോദിക്കും. അയ്യോ, അങ്ങനെ ഒരു ധാരണയെ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മളതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നാലും ആർക്കും പൈസ കൊടുത്ത് ജോലിക്ക് കയറാൻ നോക്കരുത് കേട്ടോ. നമുക്ക് വിസയും താമസ സൗകര്യവും തരുന്ന ആളുകളുടെ പിന്നെ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലിക്ക് കയറാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഈ അന്യ രാജ്യത്തൊന്നും ജോലിക്ക് കയറിയിട്ട് എന്തിനാണ്? ഒരിക്കലും അല്ലാത്തടത്ത് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. പൈസ കൊടുത്ത് നിങ്ങൾ കയറാനും നോക്കരുത്. ഒത്തിരി പേര് ഇപ്പോൾ അമ്മയൊക്കെ തന്നെ വല്ലയിടത്തൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. പല സ്ഥലത്ത് പൈസ ചോദിച്ച് അത് വെറും വ്യാജന്മാരാണ്. നമ്മുടെ കാശ് പോവും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കൊടുക്കരുത് കേട്ടോ. അതെനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ പറഞ്ഞുതരാം. പിന്നെ രുദ്രാക്ഷം ഇന്നലെ ഞാൻ ഇട്ടില്ലായിരുന്നു. അതിന് പിന്നെ നമ്പർ ചോദിച്ചിട്ട് എനിക്ക് തരാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഇട്ടിട്ട് നമ്പർ ഇടാൻ ഞാൻ മറന്നുപോയി. ഇതിനകത്ത് ഞാൻ എങ്ങനെയോ മറന്നുപോയി. അപ്പം ഞാൻ എൻ്റെ നമ്പരാണ് തന്നിട്ടത്. അപ്പം നിങ്ങൾ ഈ എൻ്റെ നമ്പർ വിളിച്ചിട്ട് കാര്യമില്ല, എനിക്കതിനൊന്നും സമയമില്ല. അപ്പോൾ നിങ്ങൾ അവരെ നേരിട്ട് വിളിച്ചാൽ നമ്പർ പറയാം. രുദ്രാക്ഷത്തിനെ വിളിക്കുന്നൊരു നമ്പർ എഴുതിയെടുത്തു. 6879543277. ഒന്നുകൂടെ പറയട്ടെ. 6879543277. ഇതിൽ വിളിച്ചാൽ രുദ്രാക്ഷം കിട്ടും കേട്ടോ. 5 മുഖമുള്ളതും 4 മുഖമുള്ളതുമാണ് എന്നോട് പറഞ്ഞത്. അടിപൊളിയാണ്. നിങ്ങളെന്തായാലും വിളിച്ചോ, മേടിച്ചോ കേട്ടോ. എല്ലാം ഞാൻ കണക്ട് ചെയ്ത് തരത്തുള്ളൂ. അതുപോലെ തന്നെ നെറ്റിപ്പട്ടം അത് ഞാൻ ഓരോരുത്തർക്ക് വാട്സാപ്പിൽ വരുന്നവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വേണേൽ നമ്പർ പറയട്ടെ, നെറ്റിപ്പട്ടത്തിൻ്റെ നമ്പർ പറയട്ടെ.
994783 തെറ്റിപ്പോയി കട്ട് ചെയ്തരത്. അതെനിക്ക് ഇതിനകത്ത് ഇനി ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങളത് മറന്നു തരാം. ആ നമ്പരല്ല കേട്ടോ. ഓ 9947833697, അതായത് 9947833697 കേട്ടോ. അതിൽ വിളിച്ചു. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ തെറ്റ് പറഞ്ഞ ഭാഗം മുറിച്ച് കളയേണ്ടി വരും. ഞാൻ എന്തായാലും അതിനുള്ള സമയമൊന്നും എനിക്കില്ല. മനസ്സിലായില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് ഞാനിത് ഈ കൂട്ടത്തിൽ പറഞ്ഞു വിടുകയാണ്. നിങ്ങളങ്ങനെ അത് വിളിച്ച് സജിത എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. നിങ്ങൾ ചോദിച്ച് മേടിച്ചോട്ടാ. ഒന്നുകൂടെ പറയാം ഞാൻ, നെറ്റിപ്പട്ടം വേണ്ടവർ 9947833697 കേട്ടോ. പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, കൃഷ്ണൻ്റെ ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും കൃഷ്ണൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ചെയ്തിട്ടുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ എന്നെ സാമ്പിൾ കാണിക്കും. ഞാനിത് ഫോട്ടോ ഇതിനകത്തിട്ട് കാണിക്കും. ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട്. ആൾക്ക് കൃഷ്ണൻ്റെ പെയിൻറ്റിങ് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊരു ജീവൻ തുടിക്കുന്ന പോലെ തോന്നുമല്ലോ നമുക്ക്. അതുകൊണ്ട് അതുണ്ടെങ്കിൽ ഇട്ട് തന്നാൽ ഞാനത് സെയിൽ ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. അതിൻ്റെ പടം ഇട്ട് തന്നാൽ, പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇട്ട് തന്നാൽ ഞാനത് ഇതിനകത്തൂടെ സെയിൽ ചെയ്യാൻ തയ്യാറാണ്. ധൈര്യമായിട്ട് ചെയ്തോട്ടാ. പിന്നെ ഇത്രയൊക്കെ ഉള്ളത്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ സാധനങ്ങളില്ലേ, വീട്ടിൽ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കത്തില്ലേ നമ്മൾ, പല പല സാധനങ്ങൾ, അതിന് ഭംഗിക്കുള്ള നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ, അതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ വൈകുന്നേരമൊക്കെ ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഇടാം. എനിക്ക് സമയം കിട്ടണ്ടേ, അതനുസരിച്ച് ഇടാം. അപ്പോൾ അതൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളിട്ടോ, ഞാനിതിനകത്ത് സെയിലിന് വേണ്ടി കാണിച്ചിട്ട് നിങ്ങളുടെ നമ്പരും ഞാൻ കൊടുക്കുവേ. അപ്പോൾ നിങ്ങളത് കോൺടാക്ട്. ഒരുപാട് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കത്തി പൈസ മേടിക്കാതെ ഒരു സാധാരണ ലെവലിലാണെങ്കിൽ ഈ ബിസിനസ് ഓടും, ആളുകളെല്ലാം മേടിക്കും. ലാഭം കുറച്ചിട്ട് ബിസിനസ് കൂട്ടാൻ നോക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിക്കാനൊക്കെ തോന്നും. വലിയ ഭയങ്കര പൈസയൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി വല്ലതും പറയാനുണ്ടോ എനിക്ക്? പിന്നെ ഹൗസ് മെയ്ഡിന്, ബേബി സിറ്ററിന്, പിന്നെ ക്ലീനിങ്ങിന്, ഇതുപോലത്തെയൊക്കെ ജോലിക്കൊക്കെ വേണ്ടി ഒത്തിരി ലേഡീസ് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. എനിക്ക് വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം. അപ്പോൾ വിളിക്കണ്ട, വാട്സപ്പ് ചെയ്താൽ മതി. ഞാനത് സെറ്റാക്കി തരാം കേട്ടോ. അപ്പം സന്തോഷം. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ സത്യസന്ധതയോടും കൂടി എല്ലാവർക്കും ഹെൽപ്പായിട്ട് നല്ലൊരു സേവനമായിട്ട് ഈ ചാനൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും കിട്ടണം. ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കില്ല. ഇത് മുൻ ചാനൽ, എൻ്റെ മറ്റേ ചാനൽ ഞാൻ ഇങ്ങനെ ഒന്നും പറയത്തില്ലായിരുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്തിയാലേ ഇതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു കേട്ടോ. അയ്യോ, ശരി എന്നൊക്കെ.